പ്രിയരെ, ഇരുതലവാളിൻ്റെ കൃപയോടെ ദൈവം നമ്മളിലേക്ക് തിരുവചനം വർഷിക്കുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവചനമാണ്. കയ്യഫാസിൻ്റെ അരമനയിൽ വിധിവാചകം ഉച്ചരിച്ചു കേൾക്കുവാൻ വേണ്ടി ക്രിസ്തു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ഓരോരുത്തരായി അവനോട് ചോദിക്കുന്നു. ക്രിസ്തു ഓരോന്നിനും ഉത്തരം പറയുന്നുണ്ട്. ഒരു ഉത്തരം കേട്ട മാത്രയിൽ സേവകന്മാരിൽ ഒരാൾ ക്രിസ്തുവിൻ്റെ കരണത്താഞ്ഞടിക്കുന്നു. ക്രിസ്തു അപ്പോൾ അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക, അല്ലെങ്കിൽ നീ എന്തിനെന്നെ അടിച്ചു? പ്രിയപ്പെട്ടവരെ, ചോദ്യങ്ങൾ ചോദിക്കുവാൻ എന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാപ്തരാകുന്നു, അന്നാണ് അവർക്ക് സ്വാഭിമാനം ഉണ്ടാകുന്നത്. സ്വാഭിമാനം എന്ന് പറയുന്നത് നിസാരപ്പെട്ടൊരു കാര്യമല്ല കേട്ടോ. ക്രിസ്തുവിൻ്റെ ജീവിതം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒരു ധ്യാനത്തിനൊന്ന് വിധേയപ്പെടുത്തുക. സ്വാഭിമാനമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മുഖമുദ്രയായിരുന്നു. അതുകൊണ്ട് അവൻ ആരെയും ഭയപ്പെട്ടില്ല, ആരോടും അവന് പരിഭവമുണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൻ്റെ നേർവഴികളിലൂടെ തൻ്റെ വിശ്വാസത്തിലും സത്യത്തിലും ജീവിതത്തെ കുരിശോളം കൂട്ടിക്കൊണ്ടുപോയ വ്യക്തിയാണ് ക്രിസ്തു. ആരുടെയും മുമ്പിൽ അവൻ ശിരസ് കുനിച്ചു നിന്നില്ല. ആരുടെയും മുമ്പിൽ അവന് ഇടറി നിൽക്കേണ്ടതായി വന്നില്ല. സ്വാഭിമാനത്തോടെ തൻ്റെ ജീവിതത്തിൻ്റെ നേർവഴികളിലൂടെ എല്ലായ്പ്പോഴും നടന്ന വ്യക്തിയാണ് ക്രിസ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യം അവരുടെ സ്വാഭിമാനം വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചാണ്. അമിതമായ വിധേയത്വവും അമിതമായ ശിരസ് നമിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ നിങ്ങൾ അഭ്യസിപ്പിച്ചോ പിന്നീട് ഒരിക്കലും അവർക്ക് അവരുടെ സ്വാഭിമാനം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. യഥാർത്ഥമായ സത്യവും നീതിയും വിശുദ്ധിയും എന്താണെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ വഴികളിലൂടെ മാത്രം ചരിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരുടെയും മുമ്പിൽ ശിരസ് അമിതമായി കുനിച്ചു നിൽക്കേണ്ടതായിട്ട് വരില്ല. അവരുടെ ബോധ്യത്തിനനുസരിച്ച് ജീവിക്കുവാൻ പറ്റും. അവർക്ക് നന്മയുടെ വഴി എന്താണെന്ന് വേർതിരിച്ചറിയുവാനായിട്ട് പറ്റും. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാതെ അമിതമായി പണം ശേഖരിച്ചു കൊടുത്തിട്ടോ ആ കുഞ്ഞുങ്ങൾ പറയുന്നത് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടോ യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ കാലത്ത് ജീവിക്കുവാനായിട്ട് നിങ്ങൾ അവരെ പ്രാപ്തരാക്കേണ്ടത് എങ്ങനെയാണ്? അവർക്ക് നിങ്ങൾ സ്വാഭിമാനം പകർന്നു കൊടുക്കൂ. അവർ ജീവിതത്തിൽ തനിയെ രക്ഷപ്പെട്ടുകൊള്ളും. യഥാർത്ഥത്തിൽ സെൽഫ് എസ്റ്റീം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാൾക്കും ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അവർ തനിയെ നഷ്ടപ്പെട്ടു പോകും. വെയിൽ കൊള്ളുമ്പോൾ ചെടി വാടി ഉണങ്ങുന്നത് പോലെ ആ കുഞ്ഞുങ്ങൾ നാളെ കാലത്തിന്റെ പ്രവാഹത്തിനിടയിൽ തനിയെ വാടിപ്പോവും. എന്നാൽ നിന്റെ കുഞ്ഞിന് സ്വാഭിമാനത്തോടുകൂടെ വളർത്തപ്പെട്ട കുഞ്ഞാണെങ്കിൽ നിശ്ചയമായും അവൻ നിലനിൽക്കും. മക്കൾക്ക് ഭക്ഷണത്തോടൊപ്പം ചൊല്ലിനോടൊപ്പം പകർന്നു കൊടുത്ത് പഠിപ്പിച്ചെടുക്കേണ്ടതാണ് സ്വാഭിമാനം. അതിൽ നിന്ന് മാതാപിതാക്കൾ പിന്നോട്ട് പോകരുത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരിക്കലും അങ്ങിൽ നിന്ന് വേർപെട്ടു പോകരുതേ. ഞങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ.